അങ്ങനെ നമ്മുടെ ഷീറ്റ് ബെൻഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ കറക്റ്റ് ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യണം. അളവെടുത്തിട്ട് എത്ര റോ ആണോ നിങ്ങൾ ഹോൾസ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ 3 റോ ആണ് ഹോൾസ് ഇട്ടത്. അതിൽ എത്ര എണ്ണം ഹോൾസ് നിങ്ങൾ ഇടുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് അതിൻ്റെ അളവെടുത്തിട്ട് നിങ്ങൾക്ക് ടോട്ടൽ ഡിസ്റ്റൻസിനെ ഹരിച്ച് നോക്കി അതിന് കറക്റ്റ് ഹോൾസ് ഇടേണ്ട മാർക്ക് കിട്ടും. എന്നിട്ട് മാത്രം ഹോൾ ചെയ്യുക, എന്നാലും ആ വൃത്തിയിൽ ഹോൾസ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ റാൻഡമായിട്ട് ചെയ്ത ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഇത് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ റേഡിയേറ്ററും ഇൻ്റർകൂളറും കണ്ടൻസറും എല്ലാം ആ സൈഡ് വരുന്നതുകൊണ്ട് ഗ്രില്ലിൽ നിന്ന് ഉള്ള എയർ പോലെ തന്നെ നമ്മളെ ബമ്പറിന് അടിയിൽ കൂടെ വരുന്ന എയറും പ്രധാനപ്പെട്ടാണല്ലോ. പ്രത്യേകിച്ച് ആ സമ്പ് കാർഡിനിടയിൽ കൂടെ ഒക്കെ വരുന്ന എയർ അതിലൂടെ പാസിങ് കിട്ടില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പിന്നീട് റേഡിയേറ്റർ ഹീറ്റിനും അതിനൊക്കെ ചിലപ്പോൾ കാരണമായേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തത്. കമ്പനി വരുന്നതിലും ഹോൾസ് വരുന്നുണ്ട്. പിന്നെ ഇത് ഡയറക്റ്റ് വെൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി അവിടെ കണക്ട് ചെയ്യാനുള്ള നട്ട് ബോൾട്ട് ചെയ്യാനുള്ള ഹോൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്?